ചിങ്ങമാസത്തിലാണ് പാലുകാച്ചൽ. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ ഇറങ്ങേണ്ടി വന്ന ഇടുക്കി 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ചാക്കോയ്ക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ കൈമാറി. വീടില്ലാത്തവർക്ക് സംസ്ഥാനത്ത് KPCC നിർമ്മിച്ചു നൽകുന്ന 1118ാമത്തെ വീടായി ഇത് മാറുകയാണെന്ന് കെ സുധാകരൻ പറഞ്ഞു. 12 ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചത്. മറിയക്കുട്ടിക്കൊപ്പം സമരത്തിന് ഇറങ്ങിയ അന്നക്കുട്ടിക്ക് സഹായം ചെയ്യുന്ന കാര്യം പ്രാദേശിക നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. മറിയക്കുട്ടിയുടെ വീടിന് ഇന്ദിരാഭവനം എന്നാണ് കോൺഗ്രസ് പേരിട്ടിരിക്കുന്നത്. ആ പേരിട്ടതിൽ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് ഇന്ദിരാഗാന്ധി. കൂത്താട്ടുകുളത്തിന് സമീപം പാലക്കുഴ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി തുറന്ന വാഹനത്തിൽ അതുവഴി കടന്നുപോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും മറിയക്കുട്ടി പറഞ്ഞു. താക്കോൽ കിട്ടിയെങ്കിലും ചിങ്ങത്തിൽ ഗൃഹപ്രവേശം നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, S അശോകൻ, റോയ് കെ പൗലോസ്, AK മണി, ജോസി സെബാസ്റ്റ്യൻ, M ലിജു, ദീപ്തി മേരി വർഗീസ്, ജോയി വെട്ടിക്കുഴി, ഇബ്രാഹിംകുട്ടി കല്ലാർ, AP ഉസ്മാൻ, PV സ്കറിയ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് മറിയക്കുട്ടി ചൂണ്ടിക്കാട്ടി. നാട് കട്ടുമുടിച്ച് പെൻഷൻകാരുടെ ചട്ടിയിൽ പിണറായി മണ്ണുവാരിയിട്ടു. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചു. കുടുംബക്കാർക്ക് വേണ്ടി പിണറായി അഴിമതി ഭരണം നടത്തുകയാണെന്നും മറിയക്കുട്ടി ആരോപിച്ചു. ജനുവരി 7-നാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ അടിമാലി 200 ഏക്കർ പൊന്നുംതുരുത്തുംപാറയിൽ മറിയക്കുട്ടി ചാക്കോയും സുഹൃത്ത് ഏലിക്കുട്ടിയും അടിമാലി ടൗണിൽ പ്ലക്കാർഡുമായി ഭിക്ഷാടനം നടത്തിയത്. ഈ സമരത്തിൻ്റെ പേരിൽ CPM മറിയക്കുട്ടിയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന രീതിയിൽ വരെ CPM പ്രചാരണം അഴിച്ചുവിട്ടു. എന്നാൽ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി താൻ ക്ഷേമ പെൻഷന് അർഹയാണെന്ന് മറിയക്കുട്ടിയെ തെളിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ചെറിയ വീട്ടിൽ ബുദ്ധിമുട്ടി താമസിച്ചിരുന്ന മറിയക്കുട്ടിക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉള്ള വീട് നിർമ്മിച്ചു നൽകാൻ KPCC തീരുമാനിച്ചത്. വീടിന്റെ താക്കോൽ വേഗത്തിൽ കൈമാറാൻ സാധിച്ചതിൽ കോൺഗ്രസ് പാർട്ടിക്കും പ്രവർത്തകർക്കും സന്തോഷമുണ്ടെന്ന് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കുര്യാക്കോസ്, മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ പറഞ്ഞു. അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ CPM മറിയക്കുട്ടിയുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് എന്ന് കെ സുധാകരൻ പറഞ്ഞു. മറിയക്കുട്ടി ചേട്ടത്തി ഒരു പ്രതീകമാണ്. CPM എന്ന ക്രിമിനൽ പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രതീകം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അവകാശമായിട്ടാണ്. എന്നാൽ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണ് എന്നാണ് പിണറായി വിജയൻ്റെ സർക്കാർ കോടതിയിൽ പ്രഖ്യാപിച്ചത് എന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, പെൻഷൻ ചോദിച്ച് ഇറങ്ങിയ മറിയക്കുട്ടി ചേട്ടത്തിയെ പോലെയുള്ള പാവങ്ങളെ വ്യാജ പ്രചരണം നടത്തി അങ്ങേയറ്റം നാണം കെടുത്തുകയും ചെയ്തു CPM എന്ന പാർട്ടി. CPM ഈ വന്ധ്യവയോധികയെപ്പറ്റി നവമാധ്യമങ്ങളിൽ അശ്ലീല കഥകൾ വരെ മെനഞ്ഞു. അവരെ അതിസമ്പന്നയായി ചിത്രീകരിച്ചു. അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ CPM അവരുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വീട് പൂർത്തിയായിരിക്കുന്നു. വെറും വാക്ക് പറയുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. പാവപ്പെട്ടവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഹൃദയവികാരമാണ് കോൺഗ്രസ് പാർട്ടിയെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. വീട് പണിത് നൽകിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സുധാകരൻ സാറാണ് താക്കോൽ തന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാവരുടെയും സഹായമുണ്ട്. സുധാകരൻ സാറാണ് മെയിൻ ആൾ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല രീതിയിലാണ് വീട് പണിത് തന്നിരിക്കുന്നത് എന്നും മറിയക്കുട്ടി പറഞ്ഞു. അടിത്തറ തുടങ്ങി അടിപൊളിയായിട്ടാണ് പണിതത്. ഒരു വീട് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഗ്രാമസഭയിൽ അപേക്ഷ നൽകി വീട് അനുവദിച്ചെങ്കിലും പിന്നീട് തരില്ലെന്നും കോൺഗ്രസ്സുകാർ പണിത് തരട്ടെയെന്നും ആണ് അവർ പറഞ്ഞത്. പെട്ടെന്നാണ് വീട് പണി തീർന്നത്. താക്കോൽ കൈമാറിയെങ്കിലും കയറിത്താമസം ചിങ്ങമാസം. 6 മാസത്തെ പെൻഷൻ ഇനിയും കിട്ടാനുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു.